ഹലോ, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ക്യൂബ് ബട്ടർ ചെയ്താൽ മതി, ഒരു 25 ഗ്രാംസ്. അതിലേക്ക് നമുക്ക് ഇനി റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്ത വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. റഫ്ലി ചോപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി റഫായിട്ട് ചോപ്പ് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യും, അതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. അതിനുശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി തൊലി പൊളിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡനൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 5 തക്കാളി ഇതുപോലെ റഫായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, ഒരു 1 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം സിന്നമൺ, അതുപോലെ തന്നെ ഒരെണ്ണം ബ്ലാക്ക് കാഡമം ഒരെണ്ണം കേട്ടോ. പിന്നെ നമ്മൾ 2-3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 3-4 ഗ്രീൻ കാർഡമം, ഒരു 10-12 കാഷ്യൂ നട്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല കളർ കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ നോർമൽ ചില്ലിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ എരിവിന്, നമുക്ക് ചെറിയൊരു എരിവുള്ള കറികളാണല്ലോ ശീലം, അപ്പോൾ ചെറിയ എരിവിന്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, 1 കപ്പ് 1/2 കപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തക്കാളി നന്നായിട്ട് കുക്കാകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും കാഷ്യൂനട്ടും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 മതി, ഒരു 2 പച്ചമുളക് നെടുകെ പിളർന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പച്ചമുളക് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ആദ്യം വേണമെങ്കിലും ചേർക്കാൻ, എന്നോട് മറന്നുപോയി, അതാണ്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത സ്പൈസസ് ഇല്ലേ, നമ്മുടെ സിന്നമൺ, കാർഡമം, ക്ലോവ്സ് എല്ലാം, ബേ ലീവ്സ്, ഇതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം ഇത് ചേർത്തരച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇതിൻ്റെ ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ആ ഫ്ലേവർ ഇറങ്ങാൻ മതി, അതുകൊണ്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം തണുത്തിട്ട് വേണം ഇത് മിക്സിയിലിട്ട് അരയ്ക്കാൻ. ചൂടോടുകൂടി ഒരിക്കലും അരയ്ക്കരുത്, കാരണം ചിലപ്പോൾ അത് നന്നായിട്ട് തെറിച്ച് വരും, പിന്നെ അതിൻ്റെ ലിഡൊക്കെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് അരയ്ക്കുമ്പോൾ ഇതുപോലെ സിൽക്ക് പോലെ ഇരിക്കണം ഉണ്ടോ, ഇത്രയും സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് അരിച്ചെടുത്തോളൂ, കുഴപ്പമില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയതിനു ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഈ ഒരു അരച്ചെടുത്ത ഗ്രേവി നന്നായിട്ട് അരിച്ചെടുത്താലേ നമുക്കതിനൊരു സിൽക്കി കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അതാണ് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസി. അധികമായിട്ട് വെള്ളം ചേർക്കേണ്ട, ഈ ഒരു ലെവൽ വാട്ടർ തന്നെ മതി. ഇനി നമുക്ക് ചെറിയ ചൂടിൽ പാൻ ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. ഈ പാനിലേക്ക് നമുക്കൊരു 3 ക്യൂബ്, പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം, ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 300 ഗ്രാം പനീർ, ക്യൂബ് ചെയ്തിട്ടുള്ള പനീറാണ്, ഇത് ആഡ് ചെയ്യാം. ഈ പനീർ സ്ലൈറ്റ്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. 2 വശവും വളരെ ജെൻറ്റിലായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ, ജസ്റ്റ് ഒരു ഫ്ലേവർ അതിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടറിൻ്റെ. പനീർ നമ്മൾ വല്ലാതെ ഫ്രൈ ചെയ്താൽ അത് ചൂയായിപ്പോവും, നമ്മുടെ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ജെൻലി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇത് നമുക്ക് സൈഡിലേക്ക് 2 വശങ്ങളിലേക്ക് ഈ പനീർ മാറ്റി വയ്ക്കാം. എന്നിട്ട് തീ വളരെ കുറച്ച് ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊരു നല്ലൊരു കളർ നമ്മുടെ ഗ്രേവിക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ജെൻലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീറിന് പൊടിഞ്ഞു പോകാനുള്ള ഒരു ക്യാരക്ടറുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ അത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് ജെൻലി ഒന്ന് മിക്സ് ചെയ്താൽ ഇതൊന്ന് ബോയിലായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ ഒരു ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു റോ ടേസ്റ്റ് ഇല്ലാതെ നമ്മുടെ പനീർ ബട്ടർ മസാല കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. ഒരു 2-3 പിഞ്ച് കസൂരി മേത്തി നമ്മുടെ കയ്യിലിട്ടൊന്ന് ഞെരടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നല്ല ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ 2 ടേബിൾ സ്പൂണാണ് പൊതുവേ ചേർക്കാറ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അത് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം വീണ്ടും ഒരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ.